മഹാരാഷ്ട്രയിൽ ഭീകരവാദ ബന്ധം സംശയിച്ച് 4 പേരെ ഇന്ന് NIA കസ്റ്റഡിയിലെടുത്തു. പിടിയിലായത് ജെയ്ഷെ മുഹമ്മദ് സംഘാംഗങ്ങളെന്ന സൂചന. മഹാരാഷ്ട്രയ്ക്ക് പുറമെ ജമ്മു കശ്മീർ, ഉത്തർപ്രദേശ്, അസം, ഡൽഹി എന്നിവിടങ്ങളിലും NIAയുടെ പരിശോധന തുടരുകയാണെന്ന് മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ റിപ്പോർട്ട് ചെയ്യുന്നു. ശ്രീനാഥ് ചന്ദ്രൻ, വിവരങ്ങൾ എന്തൊക്കെയാണ്? പറയും. SK കഴിഞ്ഞ ദിവസം ബംഗാളിൽ വലിയ തോതിൽ NIAയുടെ റെയ്ഡ് നടന്നിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയെന്നോണമാണ് ഇന്നിപ്പോൾ 5 സംസ്ഥാനങ്ങളിൽ റെയ്ഡ് നടക്കുന്നത്. ജമ്മു കാശ്മീർ, ഉത്തർപ്രദേശ്, ആസാം, ഡൽഹി, ഒപ്പം മഹാരാഷ്ട്രയിലും റെയ്ഡ് നടക്കുന്നു. മഹാരാഷ്ട്രയിൽ 3 ഇടങ്ങളിലാണ് റെയ്ഡ് ഇപ്പോൾ നടക്കുന്നത്. ജൽനയിൽ നടക്കുന്നുണ്ട്, മലേഗാവ്, ഔറംഗാബാദ് എന്നിവിടങ്ങളിൽ നടക്കുന്നു. മലേഗാവിൽ ഒരു ഹോമിയോ ക്ലിനിക്കിൽ ഇപ്പോൾ പരിശോധന നടക്കുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. 4 പേരെ ഇതിനോടകം മഹാരാഷ്ട്രയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരെ ചോദ്യം ചെയ്ത് വരികയാണ്. രാജ്യത്താകെ ഈ 5 സംസ്ഥാനങ്ങളിലായി 22 ഇടങ്ങളിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. സംസ്ഥാനങ്ങളിൽ ATSന്റെ കൂടി സഹകരണത്തിലാണ് ഈ റെയ്ഡ് പുരോഗമിക്കുന്നത്. ഇപ്പോൾ ഈ തിരക്ക് പിടിച്ചുള്ള ഈ ഒരു നടപടിക്ക് പിന്നിലുള്ള ഒരു കേസ് ഈ കഴിഞ്ഞ ഒക്ടോബർ 2-ാം തീയതി രാജസ്ഥാനിൽ റെയിൽവേ സ്റ്റേഷനുകൾക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാവുമെന്ന് ജെയ്ഷയുടെ ഭീഷണി ഉണ്ടായിരുന്നു. ഈ മാസം 30-ാം തീയതി 9 റെയിൽവേ സ്റ്റേഷനുകൾ ആക്രമിക്കും എന്നതായിരുന്നു ആ ഭീഷണി സന്ദേശം. അതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ ഈ റെയ്ഡ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുന്നത്. ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ള 4 പേരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ NIA നൽകാൻ തയ്യാറായിട്ടില്ല. അവരെ രഹസ്യ കേന്ദ്രങ്ങളിൽ ചോദ്യം ചെയ്ത് വരികയാണ്. ഓക്കെ, ശ്രീനാഥ് ചന്ദ്രൻ.